എല്ലാവർക്കും റസിയാസ്വസോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം കല്ലുമ്മക്കായ് നിറച്ച് പൊരിച്ചത്. നല്ല ടേസ്റ്റുള്ളതാണ്. കല്ലുമ്മക്കായിൻ്റെ അകത്ത് അരിയും ഉള്ളിയും തേങ്ങയും പച്ചമുളകും ജീരകവും എല്ലാം ചേർത്ത് ഒരു കൂട്ടുണ്ടാക്കി കല്ലുമ്മക്കായിൻ്റെ അകത്ത് നിറച്ച് അത് വെന്ത് തോട് എടുത്തതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയിൽ ഉപ്പും മുളകും മഞ്ഞളും ചേർത്ത് ഒരു മസാല ഉണ്ടാക്കി അതിൽ പുരട്ടിയെടുത്ത് നമ്മൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കും. നല്ലൊരു ടേസ്റ്റുള്ള വിഭവമാണ്. നല്ലൊരു ഫുഡുമാണ്, സ്നാക്കുമാണ്, ബ്രേക്ക്ഫാസ്റ്റാണ്, എല്ലാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. വളരെ നല്ല ടേസ്റ്റുള്ളതാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കല്ലുമ്മക്കായ് നിറക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ 25 കല്ലുമ്മക്കായ് എടുത്തിട്ടുണ്ട്. ഇത് ഈ ഓരോ അഴുക്കുകളും മറ്റും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അതെല്ലാം നന്നായി കത്തി കൊണ്ട് ഉരച്ച് വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ വൃത്തിയാക്കി എടുത്ത കല്ലുമ്മക്കായാണിത്. ഇത് നമുക്ക് ആദ്യം കല്ലുമ്മക്കായ് കത്തി ഇട്ടിട്ട് ഇതൊന്ന് ഇറക്കണം. കല്ലുമ്മക്കായ് ഇറക്കുക എന്ന് പറയും. അതായത് കല്ലുമ്മക്കായ് പിളർത്തുക, കല്ലുമ്മക്കായ് തുറക്കുക. അപ്പോൾ നമുക്ക് കല്ലുമ്മക്കായ് തുറക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ ഇങ്ങനെ കത്തി വിടവിൽ കൂടി ഇട്ടിട്ട് ഇതിങ്ങനെ തുറക്കണം. എന്നിട്ട് മെല്ലെ ശ്രദ്ധിച്ച് കൈമുറിയാതെ നോക്കണം. എന്നിട്ടത് മെല്ലെ സാവധാനം ഒന്ന് ഇത്രയും തുറന്ന് വെക്കുക. ഇതിനകത്ത് ചകിരി ഉണ്ടാകും ചില കല്ലുമ്മക്കായിൽ, ഇതിലില്ല. ചില അധികം കല്ലുമ്മക്കായിലും ഉണ്ടാകും. അത് നമുക്ക് മുറിച്ചെടുത്ത് കളയണം. പിന്നെ ഇതിലൊരു സാധനമുണ്ട്, ഇതുപോലെ നൂല് പോലുള്ള ഒരു സാധനം. ഇത് നമുക്ക് എടുത്ത് കളയണം. കണ്ടില്ലേ, ഇത് നല്ല വയറ്റിന് നല്ലതല്ല, ചിലർക്ക് വയറുവേദന വരും. അതുകൊണ്ട് നമ്മൾ ഇത് തുറന്ന ഉടനെ എടുക്കണം, എന്നാലേ കിട്ടുള്ളൂ. തുറന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. അതെടുത്തിട്ട് നമ്മൾ കളയണം. കണ്ടില്ലേ, അത് കളയും. അങ്ങനെ എല്ലാ കല്ലുമ്മക്കായും അങ്ങനെ ചെയ്യണം. ഈ ചകിരി, ഇങ്ങനെയുള്ള ചകിരി നമ്മൾ കത്തി കൊണ്ട് ഇത് തുറന്നതിന് ശേഷം ഇത് കത്തിയെടുത്തിട്ട് ഇതിനകത്ത് മുറിച്ച് കളയണം. ഈ സാധനം ഇതും കളയണം. ഇതിനകത്തുള്ള ആ നൂല് പോലെയുള്ള സാധനം അതും എടുത്ത് കളയണം. അങ്ങനെ നമ്മുടെ ഈ കല്ലുമ്മക്കായ് എല്ലാം ഇങ്ങനെ തുറന്ന് വെക്കണം. അതിനുശേഷം ഇത് വെള്ളത്തിൽ 1 or 2 വെള്ളത്തിൽ കഴുകിയാൽ മതി. കൂടുതൽ വെള്ളത്തിൽ കഴുകിയാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. അത് ഇതിൻ്റെ മണ്ണോ പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി നമ്മൾ 1 or 2 വെള്ളത്തിൽ കഴുകിയെടുക്കണം. അപ്പോൾ എല്ലാം നമുക്കിത് തുറന്ന് വെക്കാം. വെള്ളം വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കല്ലുമ്മക്കായ് ഇങ്ങനെ പാത്രത്തിൻ്റെ ചുറ്റിലും അരികിൽ ഇങ്ങനെ വെച്ചിട്ട്, അപ്പോൾ വെള്ളമെല്ലാം നല്ലോണം വാർന്ന് കല്ലുമ്മക്കായ് ഡ്രൈ ആയിട്ട് കിട്ടും. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇതിൽ നിറക്കുന്ന അരിക്കൂട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്കിനി അരിക്കൂട്ട് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അരിക്ക് 1.5 കപ്പ് അരി നല്ല തിളക്കാറായ വെള്ളത്തിൽ കുതിർത്ത് ഒരു 3-4 മണിക്കൂർ വെച്ച് കഴുകി ഊറ്റിയെടുത്ത അരിയാണിത്. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ 2 കപ്പ് തേങ്ങ. തേങ്ങ നന്നായിട്ട് വേണം, എന്നാലേ നല്ല സോഫ്റ്റ് ആവുള്ളൂ, നല്ല ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ 2 കപ്പ് തേങ്ങ വേണം. പിന്നെ ഒരു ഉള്ളി മുറിച്ചത്, ഒരു 4 പച്ചമുളക് നല്ല എരിവിന് വേണ്ടി. പിന്നെ പെരിഞ്ജീരകം, ചെറിയ ജീരകം 1 ടീസ്പൂണ്, പെരിഞ്ജീരകം 2-3 ടീസ്പൂൺ, 2-2.5 ടീസ്പൂൺ വേണം. പിന്നെ ഒരു നുള്ളി ഏലക്കായ്പ്പൊടി. ഇതെല്ലാം കൂടി ചേർത്ത് ഇത് അരി അരച്ച്, പിന്നെ അരി മിക്സിയിൽ അരക്കുന്നതുകൊണ്ട് അരി കുറച്ച് അയഞ്ഞു പോകും. ഗ്രൈൻഡറിലോ അമ്മിയിലോ അരക്കുകയാണെങ്കിൽ നമുക്ക് കട്ടിയായിട്ട് അരച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് കുറച്ച് ലൂസായി പോകുന്ന അതിന് കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തേങ്ങയും ഉള്ളിയും പിന്നെ ഒരു 4 പച്ചമുളക് മതി. ഈ 4 പച്ചമുളക്, പിന്നെ പെരിഞ്ജീരകം, രണ്ട്
പെരിഞ്ജീരകം 2-2.5 സ്പൂൺ ഇത്രയും മതി. പിന്നെ 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം. പിന്നെ ഒരു നുള്ള് ഏലക്കായ്പ്പൊടി. ഇത് നന്നായി അരച്ചതിന് ശേഷം നമുക്ക് ഇത് അരി അധികം അരയാൻ പാടില്ല. അരി ഒന്നോ രണ്ടോ കറക്കിയ ശേഷം കല്ലുമ്മക്കായിൽ അരി കൂടുതൽ അരഞ്ഞു പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് കടിക്കുമ്പോൾ ഒരു ടൈറ്റ് പോലെ തോന്നും. ഇതിപ്പോൾ തേങ്ങയും ഉള്ളിയെല്ലാം അരച്ചെടുത്ത മസാലയാണിത്. പിന്നെ നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത അരി കുറച്ച് നുറുക്കായിട്ടാണ് അരച്ചെടുത്തത്, കൂടുതൽ അരഞ്ഞിട്ടില്ല. ഇത് നമുക്ക് ഇത് കൂടി ചേർക്കണം. എന്നിട്ട് എന്താ വേണ്ടത്, ഇത് കൂടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിൽ അരിപ്പൊടി ചേർത്ത് കുഴക്കണം. ഇത് മുറുകാൻ പാകത്തിൽ അരിപ്പൊടി ചേർത്ത് കുഴക്കണം. എന്നിട്ട് ആ കുഴച്ച അരിയാണ് നമ്മൾ കല്ലുമ്മക്കായിനുള്ളിൽ നിറക്കുന്നത്. അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് മുറുകാൻ ഇത് അമ്മിയിൽ ഗ്രൈൻഡറിൽ അരക്കുകയാണെങ്കിൽ നല്ല കട്ടിയായി അരച്ചെടുക്കാം. മിക്സിയിൽ അരച്ചത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഞാൻ ആദ്യം മസാലയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഉപ്പ് പാകമാണോ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർക്കണം. ഇനി ഇതിലേക്ക് നിറക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ നിറക്കണം. അധികം കൂടുതൽ അരി നിറക്കരുത്. ഒരു ഏകദേശം ഇങ്ങനെ ഇതേപോലെ നിറച്ചെടുക്കണം. നല്ല ടേസ്റ്റാണ്. അരിക്കും നല്ല എരിവുണ്ട്, പച്ചമുളക് ചേർത്തിയതുകൊണ്ട്. മസാലേൻ്റെ ചുവയുണ്ട്, ഉള്ളി, ജീരകം, ഇതിൻ്റെ എല്ലാം ചുവയും കല്ലുമ്മക്കായിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി വരുമ്പോൾ ഇത് നിറച്ച് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും. ഇത് കല്ലുമ്മക്കായി തുറക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിങ്ങനെ മലർന്നു പോകരുത്. ഈ ഒരു വിധത്തിൽ ഇങ്ങനെ നിൽക്കുന്ന തരത്തിൽ ഇങ്ങനെ മലർന്നു പോയാൽ നിറക്കുമ്പോൾ നമുക്ക് നിൽക്കില്ല. അപ്പോൾ ഇതിങ്ങനെ നിറക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിറക്കണം. എന്നിട്ട് ഇവിടം വരെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങോട്ട് എടുക്കണം. നല്ല ഭംഗിയായിട്ട് നിറക്കണം. അപ്പോൾ എല്ലാം നിറച്ച് കഴിഞ്ഞ് അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളക്കാറായിട്ടുണ്ട്, ആവി വരാറായിട്ടുണ്ട്. നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. അത് 20 മിനിറ്റ് കൂടി വന്നാൽ ഇത് ഒരു അരമണിക്കൂർ മതിയാവും. ഈ കല്ലുമ്മക്കായി വെന്തോന്ന് അറിയണമെങ്കിൽ നമുക്ക് തോട് ചുവന്ന് വരും. അപ്പോൾ നമുക്കിത് വെന്തെന്ന് മനസ്സിലാക്കാം. എന്തായാലും 20 മിനിറ്റ് കുറഞ്ഞത് വേണം. അപ്പോൾ ഇത് വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെന്ത് കഴിഞ്ഞ ശേഷം ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് പൊരിച്ചെടുക്കാൻ. അപ്പോൾ അത് വെന്ത് കഴിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കല്ലുമ്മക്കായി വെന്തോന്ന് നോക്കാം. തോടെല്ലാം നല്ല ചുവന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. കല്ലുമ്മക്കായി പൊരിക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി കുറച്ച് ഒരു 4-5 ടീസ്പൂണ്, പിന്നെ 1 ടീസ്പൂൺ മൈദ, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് ഒരു കൂട്ട് മസാല മുളകും മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മൈദ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് എണ്ണയിൽ പൊരിക്കുമ്പോൾ മുളക് ഇളകിപ്പോവാതെ കല്ലുമ്മക്കായിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയാണ് മൈദ ചേർക്കുന്നത്. കല്ലുമ്മക്കായി പൊരിക്കാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയിലാണ് പൊരിക്കുന്നത്. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കിത് പുരട്ടി വെക്കാം.
എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിത് പൊരിക്കാം. ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. കല്ലുമ്മക്കായ് ശരിക്കും ഇങ്ങനെ എണ്ണ കൂടുതൽ ഒഴിച്ചിട്ട് മൊരിച്ചെടുക്കാം, പിന്നെ ഷാലോ ഫ്രൈ ആയിട്ടും എടുക്കാം. രണ്ടും ടേസ്റ്റ് തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് എണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ് വന്നാൽ നമുക്കിത് കോരി വെക്കാം. കല്ലുമ്മക്കായ് നിറച്ച് പൊരിച്ചത് ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു. നല്ലൊരു പലഹാരമാണ്. വിരുന്നുകാരെല്ലാം വന്നാൽ ആദ്യം എടുക്കുക കല്ലുമ്മക്കായ് നിറച്ച് തന്നെയായിരിക്കും. അത്രയ്ക്കും ഇഷ്ടമാണ്. മലബാറിലെ ഒരു നല്ലൊരു പലഹാരമാണിത്. മലബാറിൽ പ്രത്യേകിച്ച് തലശ്ശേരിക്കാർക്ക് ഉള്ള പ്രിയ വിഭവമാണ് കല്ലുമ്മക്കായ് നിറച്ച് പൊരിച്ചത്. ഇത് ഉണ്ടാക്കുന്നത് ഞാൻ ഒന്നും കൂടെ പറയാം. അതായത് പിന്നെ ഒരു കപ്പ് അരിക്ക്, ഒരു കപ്പ് അരിയുടെ അളവ് ഞാൻ പറയാം. ഒരു കപ്പ് അരിക്ക് ഒരു 1.5 കപ്പ് 2 കപ്പോളം തേങ്ങ വേണം. പിന്നെ ഒരു ഉള്ളി, പിന്നെ ഒരു 3-4 പച്ചമുളക്, എരിവിനനുസരിച്ചിട്ട് പച്ചമുളക്, പിന്നെ നല്ല ജീരകം 1 സ്പൂണ്, പെരിഞ്ജീരകം 2-2.25 സ്പൂണ്. പെരിഞ്ജീരകമാണ് കൂടുതൽ വേണ്ടത്. പിന്നെ ഒരു നുള്ളി ഏലക്കായ്പ്പൊടി. ഇതെല്ലാം ചേർത്ത് അരി കട്ടിയായി അരച്ചെടുക്കണം. അത് നമ്മൾ മിക്സിയിലാണെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് അരിപ്പൊടി കൂട്ടി കുഴച്ച് കുറുക്കിയെടുക്കണം. അങ്ങനെ കുഴച്ചെടുത്തിട്ട് ഈ കല്ലുമ്മക്കായ് പിളർന്നിട്ട് അതിനകത്തുള്ള നാരും ചകിരിയും എല്ലാം കളഞ്ഞിട്ട് അതിലേക്ക് നിറച്ച് പുഴുങ്ങിയെടുക്കുക. ആവിയിൽ പുഴുങ്ങിയെടുത്തതിന് ശേഷം ചൂടാറി കഴിഞ്ഞ ശേഷം തോടടർത്തി മാറ്റിയിട്ട് വേണം അത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാൻ. അത് ഷാലോ ഫ്രൈ ആയിട്ടും ചെയ്യാം, നന്നായിട്ട് പൊരിച്ചെടുക്കുകയും ചെയ്യാം. ചിലർക്ക് ഷാലോ ഫ്രൈ ആണ് ഇഷ്ടം, ചിലർക്ക് നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ചിട്ടാണ് ഇഷ്ടം. അത് ഓരോ ആൾക്കാരുടെ ഇഷ്ടം മാതിരി ചെയ്യാം. എനിക്കിഷ്ടം ഷാലോ ഫ്രൈ ആണ്. കുറച്ച് മുളകല്ല അതിന് മേലെ പുരണ്ടതുപോലെ തോന്നുന്ന വിധത്തിലുള്ള ഷാലോ ഫ്രൈ ആണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അതുപോലെ ചെയ്യാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എനിക്ക് എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം. എനിക്ക് വളരെ സന്തോഷമായിരിക്കും. ഞാൻ 2-3 വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതിന് സബ്സ്ക്രൈബ് തന്നിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും എൻ്റെ സലാം.